ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് 2 കൊറിന്തോസ് 3-ാം അധ്യായത്തിൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരെക്കുറിച്ചാണ്. എന്താണ് ഉടമ്പടി? 2 വ്യക്തികൾ പരസ്പര സമ്മതത്തോടുകൂടി ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ് ഉടമ്പടി. എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉടമ്പടി? ദൈവവും മനുഷ്യനും തമ്മിൽ പരസ്പരം സമ്മതത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് ദൈവിക ഉടമ്പടി എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പുതിയ ഉടമ്പടിയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. പുതിയ ഉടമ്പടി ഉണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾ തീർച്ചയായും പഴയ നിയമത്തിന് പഴയ ഉടമ്പടിയുണ്ട്. എന്താണ് പുതിയ ഉടമ്പടി എന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള തിരുവചനത്തിൽ ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ പീഡകൾ സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെ ആണ് പുതിയ ഉടമ്പടി എന്ന് നാം കാണുന്നത്. ഇവിടെ ദൈവം തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ദൈവം തന്നെ അർപ്പിക്കുകയാണ്. മനുഷ്യരായി നാം ഒന്ന് അനുദപിച്ച് കഴിയുമ്പോൾ ഈശോ തന്നെ നമ്മളിലേക്ക് വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 53 മുതൽ 55 വരെയുള്ള തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈശോയുടെ ശരീരവും രക്തവും പാനം ചെയ്യുന്നത് വഴി നാം ഓരോരുത്തരും നിത്യജീവന അവകാശികളാകുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടിയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനത്തിൽ. എന്നാൽ സാത്താൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ച് നമ്മുടെ നിത്യജീവന് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് ആ മരണത്തിൻ്റെ ഒരു മറുമരുന്നായി പരിശുദ്ധ കുർബാന നമുക്ക് നൽകിക്കൊണ്ട് നിത്യജീവനിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയെ സഭാപിതാക്കന്മാർ പറയുന്നത് മെഡിസിൻ ഓഫ് ദ ഇമ്മോർട്ടാലിറ്റി എന്നാണ്. അതായത് മരണത്തിനുള്ള ഒരു മറുമരുന്നാണ് പരിശുദ്ധ കുർബാന. അപ്പം ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാം. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ശേഷം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനത്തിൽ ആദത്തെ ഗാഢനിദ്രയിലാക്കി അവിടെ നിന്ന് ഹവ്വയ്ക്ക് ജന്മം നൽകുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവിടുത്തെ ഉറക്കത്തിലൂടെ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള തിരുവചനത്തിൽ ആ ഈശോ കുരിശിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ അവിടുത്തെ തിരുവിലാവിലെ മുറിവിലൂടെ രക്തവും വെള്ളവും വന്നെങ്കിൽ അതിലൂടെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ജന്മം നൽകുന്നത്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ആദത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ഹവ്വയ്ക്ക് ജന്മം നൽകിയതുപോലെ ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ അവിടുത്തെ വധുവായ തിരുസഭയ്ക്ക് ജന്മം നൽകുകയാണ്. അതാണ് എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുവചനത്തിൽ അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവുകളോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയെ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനു വേണ്ടിയാണ്. ഈശോയുടെ കുരിശിലെ ബലി ആ തിരുസഭയെ കറയോ കളങ്കമോ ഇല്ലാത്ത ഏറ്റവും നിർമ്മല വധുവായി സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമുക്കൊരോരുത്തർക്കും ജ്ഞാനസ്നാനം വഴി ആ സഭയിലെ അംഗങ്ങളായി മക്കളായിട്ട് നമ്മൾ തീരുകയാണ്. 2 പത്രോസ് 1-ാം അധ്യായം 3 തൊട്ട് 5 വരെയുള്ള തിരുവചനത്തിൽ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ പരിശുദ്ധ ഉദാശയിലൂടെ തിരുസഭയിലൂടെ കർത്താവിൻ്റെ വധുവായ മണവാട്ടിയിലൂടെ നമുക്കെല്ലാം ലഭ്യമാണ്. അവ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ നമുക്ക് യോഗ്യരാകാം. നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം.
പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ എഫെസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 19-20 തിരുവചനത്തിൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെ അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും ദൈവം തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അവരിലൂടെ കർത്താവ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈ സുവിശേഷത്തിൻ്റെ വിത്ത് വിതറുകയാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയാണ്, ഉപമ ഇതാണ്, വിത്ത് ദൈവവചനമാണ്. അപ്പസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും ശുശ്രൂഷ വരെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈ വിത്ത് ഇടുകയാണ്. എന്നിട്ട് സമയമാകുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 10-12 വരെയുള്ള തിരുവചനത്തിൽ മഴയും മഞ്ഞും ആകാശത്തും വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. അപ്പം കർത്താവിൻ്റെ ഓരോ വചനങ്ങളും ഫലം വിളിക്കുകയുള്ളൂ. ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കുന്നവരെ മാത്രമേ സെയിൻറ്റ് പോളിനെ പോലെ വിളിക്കുകയുള്ളൂ കർത്താവ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അവരെ കർത്താവ് വഞ്ചിച്ചെടുത്തിട്ട് ജെറമ്യാ പ്രവാചകൻ പറയുന്ന, കർത്താവേ അങ്ങനെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. എന്നിട്ട് അവരിലൂടെ കർത്താവ് അനേകരെ വിളിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-65 തിരുവചനത്തിൽ പറയുകയാണ്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. അപ്പം പിതാവായ ദൈവം ആ കർത്താവ് തിരഞ്ഞെടുത്തവരെ ഉപയോഗിച്ച് അനേകരെ കർത്താവിലേക്ക് വിളിക്കുകയാണ്. സഭയുടെ നെടും തൂണുകൾ അഥവാ 2 pillars ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞാൽ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസുമാണ്. അവരിലൂടെ കർത്താവ് അനേകരെ കർത്താവിലേക്ക് വിളിക്കുകയാണ്. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത 2 മഹത് വ്യക്തികളായിരുന്നു ബ്രദർ ഷാജിയും ബ്രദർ വിക്ടറും. നമ്മൾ അടുത്ത ആഴ്ച ജൂലൈ 17-ാം തീയതി ബ്രദർ ഷാജിയുടെ 30-ാം ചരമവാർഷികം ആഘോഷിക്കുകയാണ്. കർത്താവ് അവരെ തിരഞ്ഞെടുത്തു. അവരിലൂടെ നമ്മളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 3-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നത്, മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വ്യക്തമാണ്. അപ്പം അവരുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും മഷി കൊണ്ട് എഴുതപ്പെട്ടവരല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ അനേകരെ കർത്താവ് അവരിലൂടെ വിളിക്കുകയാണ്. കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവവചനത്തിലേക്ക് അനേകരെ കർത്താവ് വിളിക്കുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 9-ാം അധ്യായം 1-2 തിരുവചനത്തിൽ, ഞാൻ സ്വതന്ത്രനല്ലേ, ഞാൻ അപ്പസ്തോലനല്ലേ, ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ, കർത്താവിന് വേണ്ടിയുള്ള എൻ്റെ അധ്വാനങ്ങളുടെ ഫലമല്ലേ നിങ്ങൾ. മറ്റുള്ളവർക്ക് ഞാൻ അപ്പസ്തോലനല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ അപ്പസ്തോലനാണ്. നിങ്ങൾ കർത്താവിൽ എൻ്റെ അപ്പസ്തോല വൃത്തിയുടെ മുദ്രയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ അപ്പസ്തോലന്മാരുടെ, കർത്താവ് തിരഞ്ഞെടുത്ത ഈ പ്രവാചകന്മാരുടെ, കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മക്കളുടെ പ്രവൃത്തിയുടെ മുദ്രകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നുപോയ അവർ സന്തോഷിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആ ദൈവവചനത്തിൽ ജീവിക്കുമ്പോഴാണ്. ബ്രദർ ഷാജിയുടെ മരണത്തിന് മുമ്പായിട്ട് നമ്മളെ ഓരോരുത്തരെയും ആ കർത്താവിൻ്റെ വചനത്തിന് ഭരമേൽപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 32-ാം തിരുവചനം തന്നുകൊണ്ട് എല്ലാം പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉത്കൃഷ്ടം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിലും അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഈ കർത്താവിൻ്റെ വചനത്തിന് നമ്മളെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിട്ടാണ് അവർ സ്വർഗത്തിൽ നമുക്ക് മുമ്പായി കടന്നു പോയത്. അപ്പോൾ നമ്മളെ ഈ വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിന് തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനത്തിന് കഴിയും.
നമ്മൾ അവരുടെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ മുദ്രകളായിട്ട്, ഫലങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അവരെപ്പോഴാണ് സന്തോഷിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഈശോയിൽ ജീവിക്കുമ്പോഴാണ്. അതാണ് കൊളോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നത്. ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങളോട് കൂടെയാണ്. നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കൊണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. ബ്രദർ വിക്ടറും ബ്രദർ ഷാജിയും ശാരീരികമായി നമ്മളിൽ നിന്ന് വളരെ ദൂരെയാണ്, എങ്കിലും ആത്മാവിൽ നമ്മളോട് കൂടെയുണ്ട്. എന്നിട്ട് പറയാണ്, നമ്മുടെ ജീവിത രീതിയും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് അവർ സന്തോഷിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിത രീതി, ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം കണ്ട് നമ്മൾ അനേകർക്ക് മാതൃകകളായി തീരണം. അനേകരിൽ കർത്താവിനെ ജനിപ്പിക്കുന്നവരായിട്ട് മാറണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഈശോയെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. നീതിമാന്മാരോടൊത്തേ ഭക്ഷിക്കാവൂ, കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിൻ്റെ അഭിമാനം. നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനം എന്തായിരിക്കണം? കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം. ഇവിടെ പറയാണ്, ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്, കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ശില്പിയുടെ യഥാർത്ഥ മഹത്വം തെളിയുന്നത് എവിടെയാണ്? ശില്പത്തിലാണ്. അപ്പം അവരുടെ മഹത്വം തെളിയുന്നത് ഭൂമിയിലുള്ള അവരുടെ സാക്ഷികളുടെ നല്ലൊരു ജീവിതമാണ്. നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം നമുക്കവരെ ഓർക്കാം, അവരുടെ ശുശ്രൂഷകൾ ഓർക്കാം. അതാണ് ഹെബ്രായർക്ക് ലേഖനം 13-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യും. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ അകൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. നമ്മുടെ നേതാക്കന്മാരെ, നമുക്ക് മുമ്പേ കടന്നുപോയ ഈശോയെ നമുക്ക് പകർന്നു തന്ന എല്ലാവരെയും നമുക്ക് ഈ നിമിഷം ഓർക്കാം. പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസത്തിൽ കർത്താവ് അവരെ വിളിച്ചപ്പോൾ അവർ പോവുകയാണ്, അവരുടെ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി. നമുക്കവരെ ഓർക്കാം. ഈ ദിവസങ്ങളെല്ലാം ദൈവം അനേകർക്ക് കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം പറയുകയാണ് ഹെബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ, അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. ഇതാണ് കർത്താവ് നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. നമ്മളവരെ ഓർക്കണം, അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. ഈ വിശ്വാസം അനുകരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. അങ്ങനെ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ട നമുക്ക് കർത്താവിൻ്റെ രക്ഷാകര കർമ്മത്തിലെ ഓരോ പങ്കുപറ്റുന്ന പങ്കാളികളായിട്ട് നമുക്ക് മാറാം. പഴയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വേശ്യയായ റാഹാബിനെയും ആ സോളമൻ്റെ അമ്മയായ ബത്ശേബയെയും എല്ലാം കർത്താവിൻ്റെ ആ വംശാവലിയിൽ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവരെയെല്ലാം കർത്താവ് ആ വംശാവലിയിലേക്ക് വിളിച്ചിരിക്കുന്നത്? പാപികളായ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുവഹിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ആ സാധാരണക്കാരായ അവരെയും കർത്താവ് ആ വംശാവലിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 11-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. 11-ാം അധ്യായം 5-ാം വചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗവും ഈ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പം കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം, വളരെ കുറച്ചൊരു ഭാഗം കർത്താവ് ഓരോ കാലഘട്ടത്തിലും അവശേഷിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ 2ാം വരവ് വരെ ഈ രക്ഷാകര കർമ്മം പൂർത്തിയാക്കുന്ന കണികകളായിട്ട് മാറാൻ വേണ്ടി
ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പസ്തോലന്മാരെ നാം കാണുന്നു, പ്രവാചകന്മാരെ കാണുന്നു, അതിനുശേഷം അനേക വിശുദ്ധ ഓരോ കാലഘട്ടത്തിലും സഭ തകർന്നു പോകാൻ ഇടയാകുന്ന സമയം എത്തുമ്പോഴേക്കും ദൈവം ഓരോരുത്തരെ അയക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ കർത്താവ് അയക്കുന്നു, ഫ്രാൻസിസ് സേവ്യറിനെ അയക്കുന്നു, തോമസ് അക്വീനോസിനെ കർത്താവ് അയക്കുന്നു. ഇങ്ങനെ അനേകരെ കർത്താവ് അയച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി ശ്രമിക്കാം. ഈശോയുടെ വചനങ്ങൾ നമുക്ക് പാലിക്കാം. ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനെ വിശുദ്ധ കൊച്ചിത്രസ്യ പുണ്യവതി നാം കാണുന്നുണ്ട്. ആ കൊച്ചിത്രസ്യ പുണ്യവതി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ചു. പക്ഷേ അവൾക്ക് സാധിച്ചില്ല. ആ 4 മതിൽക്കെട്ടിൻ്റെ ഉള്ളിലിരുന്ന് അനേക മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഭ അവളെ മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ട് തിരഞ്ഞെടുത്തെങ്കിൽ സങ്കീർത്തനം 19-ാം അധ്യായം നാം വായിക്കുന്നുണ്ട്. പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തുന്നു. നമുക്കും ചിലപ്പോഴൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്ന നിമിഷങ്ങളിലും കർത്താവിൻ്റെ കൃപയ്ക്ക് എവിടെയും എത്തപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി പരിശ്രമിക്കാം. പരിശുദ്ധ കന്യാമറിയം വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് പാലിച്ചത് വഴി ദൈവം മനുഷ്യനാവുകയാണ്, വചനം മാംസമാവുകയാണ് ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നു, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചെങ്കിൽ നമ്മളും ആ കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് വഴി ദൈവവചനം നമ്മളിലും മാംസമാകും. പരിശുദ്ധ കന്യാമറിയത്തെ വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ്. അപ്പം ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്ക് സഞ്ചരിക്കുന്ന സക്രാരികളായിട്ട് മാറാം. ആ വചന ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമുക്ക് സഞ്ചരിക്കുന്ന വചനങ്ങളായിട്ട് മാറാം. അങ്ങനെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായി കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സൃഷ്ടികളെല്ലാം കർത്താവ് വിളിക്കുമ്പോഴേ സന്തോഷത്തോടെ അനുസരിച്ചുകൊണ്ട് ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 33-37 വരെയുള്ള തിരുവചനത്തിൽ അവിടുന്ന് പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, ഭയത്തോടുകൂടി അത് അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചതിനു വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. കർത്താവിൻ്റെ സൃഷ്ടികളെല്ലാം കർത്താവിന് വേണ്ടി സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങുകയാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈശോയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി സഹനങ്ങളുടെ സമയത്തും സന്തോഷങ്ങളുടെ സമയത്തും എപ്പോഴും ഒരേപോലെ കർത്താവിന് വേണ്ടി മിന്നിത്തിളങ്ങുന്നവരാകാൻ നമുക്ക് ശ്രമിക്കാം. അതുവഴി 2 കൊരിന്തോസ് 3-ാം അധ്യായം 3-ാം വചനം നമ്മളിലും പ്രാവർത്തികമായി നമുക്ക് പ്രാർത്ഥിക്കാം. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യൻ്റെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വ്യക്തമാണ്. അപ്പം ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങളായിട്ട് നമുക്ക് തീരാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.